ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേൺ വിത്ത് നൌഫ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 സെക്ഷനുകളായിട്ട് കോർഡിനേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കഴിഞ്ഞ സെക്ഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്ത ടേംസുകളും ഡിസ്റ്റൻസ് ഇക്വേഷൻസുകളും എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കഴിഞ്ഞ വീഡിയോ ഇതുവരെ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം. അത് നിങ്ങൾ കണ്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് കമന്റിൽ ചോദിക്കുക. അതിനുശേഷം ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുകൾ ചെയ്തു നോക്കുക. ഓക്കെ, സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഫോളോയിങ്: the y coordinate of any point on the x-axis, the x coordinate of any point on the y-axis, the coordinates of the origin, the y coordinate of any point on the line through 0, 1 parallel to the x-axis, the x coordinate of any point on the line 1, 0 parallel to the y-axis. ഈ ഒരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും. പക്ഷെ ഇതിന്റെ ഈ ക്വസ്റ്റ്യന്റെ കിട്ടുന്ന ആൻസർ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. നമ്മൾ കോർഡിനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ശരിക്കും ഈ ക്വസ്റ്റ്യന്റെ ആൻസറുകളും ഈ ക്വസ്റ്റ്യനും. സോ ഫസ്റ്റ് വൺ എന്താ ചോദിച്ചിരിക്കുന്നത്? The y coordinate of any point on the x axis. ഒരു x and y ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ എക്സ് ആക്സിസ്, ഇതാണ് നമ്മുടെ വൈ ആക്സിസ്. ഓക്കെ, ദിസ് ഈസ് ഒറിജിൻ. ഇവിടെ നമ്മൾ ഓരോ പോയിന്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ എക്സ് ആക്സിസിലെ വൈ കോർഡിനേറ്റിന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ ഓർത്തു വെക്കുക. ദെൻ ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നേരെ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്. അറ്റ് എനി പോയിന്റ് ഓൺ ദ വൈ ആക്സിസ്, ഏതൊരു പോയിന്റിലും വൈ ആക്സിസിൽ നമ്മൾ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എക്സ് കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും ഓൺ ദ വൈ ആക്സിസ്. ഓൺ ദ വൈ ആക്സിസിൽ വരുന്ന പോയിന്റ് ആണെങ്കിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0. സിമിലർലി എക്സ് ആക്സിസ്, ഇതിനെയാണ് ആക്സിസ് എന്ന് വിളിക്കുക. ഈ എക്സ് ആക്സിസിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ വൈ കോർഡിനേറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് 0. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറയുന്നത് ദ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ. ഒറിജിൻ എന്താ? ഈ രണ്ട് ആക്സിസുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതാണ് ഒറിജിൻ. അപ്പൊ ഇവിടത്തെ കോർഡിനേറ്റ് എന്തൊക്കെയായിരിക്കും? 0, 0. അപ്പൊ കോർഡിനേറ്റ് ഓഫ് ദി ഒറിജിൻ ഇസ് 0, 0. നെക്സ്റ്റ് ഇസ് എ ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ. The y coordinate of any point on the line through 0, 1 parallel to the x axis. 0, 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എപ്പോഴും എക്സ് കോർഡിനേറ്റും സെക്കൻഡ് വൈ കോർഡിനേറ്റും ആണ് ഉണ്ടാവുക. അപ്പോൾ എക്സ് 0യും വൈ 1ഉം ആയിട്ട് വരുന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ആ പോയിന്റ് ഉണ്ടാവുക? ഇവിടെയാണ് 0, 1 എന്ന് വിളിക്കുക. ഈ പോയിന്റിലൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ്. അങ്ങനെയാണെങ്കിൽ വൈ കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ ഇതാണ് ആ പറയുന്ന ലൈൻ. 0, 1 എന്ന് പറയുന്ന പോയിന്റിലൂടെ എക്സ് ആക്സിസിന് പാരലായിട്ട് പോകുന്ന ഈ ലൈനിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അപ്പൊ നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ഒരു ലൈൻ പാരലൽ ടു ദ എക്സ് ആക്സിസ് ആണെങ്കിൽ അതിന്റെ ഏത് കോർഡിനേറ്റ് ആയിരിക്കും സെയിം ആയിട്ട് വരിക? വൈ കോർഡിനേറ്റ് അല്ലേ? അപ്പോൾ വൈ കോർഡിനേറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1. സിമിലർലി ഫിഫ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ എക്സ് കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദ ലൈൻ ത്രൂ 1, 0 പാരലൽ ടു ദ വൈ ആക്സിസ്. 1, 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ് കോർഡിനേറ്റ് വന്നിട്ടുണ്ട്, സെക്കൻഡ് വൈ കോർഡിനേറ്റ്. അപ്പൊ വൈ കോർഡിനേറ്റ് ആണ് ഇവിടെ 0. വൈ കോർഡിനേറ്റ് 0 ആവുന്ന കേസിൽ ഈ പോയിന്റ് എവിടെ ആയിരിക്കും ലൈ ചെയ്യുക? ഇവിടെയാണ് ആ പോയിന്റ് ലൈ ചെയ്യുക. അപ്പൊ ഈ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന വൈ ആക്സിസിന് പാരലായിട്ടുള്ള ലൈനിൽ എക്സ് കോർഡിനേറ്റ് എന്താണ്? സോ നമ്മൾ ഇതേപോലെ തന്നെ വേറൊരു കണ്ടീഷൻ വൈ ആക്സിസിന് പാരലായിട്ടുള്ള കണ്ടീഷനും പഠിച്ചിട്ടുണ്ട്. വൈ ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ വരികയാണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റുകൾ എപ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 1. സോ ഇറ്റ് ഈസ് ഓൾവേസ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഒറിജിന്റെ കോർഡിനേറ്റ്, എക്സ് ആക്സിസിലുള്ള വൈ കോർഡിനേറ്റ്, വൈ ആക്സിസിലുള്ള എക്സ് കോർഡിനേറ്റ്, വൈ ആക്സിസിന് പാരലായിട്ട് വരുമ്പോൾ എക്സ് ആക്സിസിന് പാരലായിട്ട് വരുന്ന ലൈനിലുള്ള പോയിന്റിലെ വൈ കോർഡിനേറ്റ്, എക്സ് കോർഡിനേറ്റും, ഈ 5 പോയിന്റ്സുകൾ ശരിക്കും നിങ്ങൾ ത്രൂ ഔട്ട് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ ഓർത്തു വെക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻസുകളാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിച്ചത്. അല്ലാതെ ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണെന്ന് എനിക്കറിയാം. സോ ഇത് നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് കാണിച്ചത്. ഓക്കെ,
സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ അതർ 3 വേർട്ടിസസ് ഓഫ് എ റെക്ടാംഗിൾ ബിലോ. അപ്പൊ നമുക്ക് താഴെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. സോ നമുക്ക് ആകെ തന്നിരിക്കുന്നത് 4, 3 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് മാത്രമാണ്. സോ ഞാൻ അതിനൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ് കോർഡിനേറ്റ് വൈ ആക്സിസ് കൺസ്ട്രക്ട് ചെയ്തു. എന്നിട്ട് 4, 3 എന്ന് പറയുമ്പോൾ എന്താ, ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസിലുള്ള പോയിന്റ്. ഓക്കെ, സോ 4 ഇവിടെ, 3 ഇത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇവിടെ പോയിന്റ് വരിക. അങ്ങനെ നോക്കിയിട്ട് ഞാൻ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, അതർ 3 വേർട്ടിസസിലെ റെക്ടാംഗിളിലെ പോയിന്റ്സുകൾ കണ്ടുപിടിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ ആദ്യം തന്നെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് അതിന്റെ അതർ 3 വേർട്ടിസസും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. കാരണം ഇവിടെ ഓൾറെഡി പോയിന്റ്സുകൾ ഉണ്ട്. ഇനി നമുക്ക് അത് മാർക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇവിടെ 4, 3 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തായിരിക്കും ഒന്ന് നോക്കിക്കേ. ഇവിടെ എക്സ് ആക്സിസിന്റെ വാല്യൂ നമുക്കറിയാം 4 ആണ്. എക്സ് ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചത്, ഷുഡ് ഓൾവേസ് ബി 0. സോ ദിസ് ഇസ് 4, 0. ഓക്കെ, ഇനി ഈ ഒരു പോയിന്റ്, ഇത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിച്ചല്ലോ, ഇതൊരു ഒറിജിൻ ആണ്. ഒറിജിന്റെ കോർഡിനേറ്റ് എന്താണ്, ദിസ് വിൽ ബി 0, 0. സോ നമുക്ക് 2 കിട്ടി. ഇനി തേർഡ് വൺ ആണ് നോക്കുന്നത്. ഇവിടെ ഇത് വൈ കോർഡിനേറ്റ് ആണ്, ദാറ്റ് ഇസ് 3. അപ്പൊ നമുക്ക് വൈ കോർഡിനേറ്റ് കിട്ടി. ഇനി എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും, ഇതൊരു വൈ ആക്സിസിൽ ലൈ ചെയ്യുന്ന പോയിന്റ് ആയതുകൊണ്ട് അതിന്റെ എക്സ് കോർഡിനേറ്റ് ഓൾവേസ് വിൽ ബി 0. ഇങ്ങനെയാണ് അതിന്റെ കോർഡിനേറ്റ്സുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇപ്പൊ മനസ്സിലായില്ലേ ആ നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഇതിന് യൂസ്ഫുൾ ആയിട്ട് വന്നതെന്ന്. ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ഫിഗർ കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് അതിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം റിമൈനിങ് ആയിട്ടുള്ളത് കണ്ടുപിടിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത്. എക്സ് കോർഡിനേറ്റ് ഇവിടെ 0 ആയിരിക്കും, വൈ കോർഡിനേറ്റ് ഇവിടെ 0 ആയിരിക്കും, ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0, 0 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is in the picture of center 0 of the circle is the origin and AB are the points on the circle. Calculate the coordinates of A and B. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്, ഓ സെന്റർ ആണ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഇസ് ദ ഒറിജിൻ. എ ബി ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. കാൽക്കുലേറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് എ ആൻഡ് ബി. നമുക്ക് എയുടെയും ബിന്റെയും കോർഡിനേറ്റ്സുകളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ട്രയാങ്കിളിന്റെ ഒരു കണ്ടീഷൻ പഠിച്ചിരുന്നു. 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ സൈഡ് ലെങ്ത്തുകളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഓക്കെ, ആ ഒരു ബേസിസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിപ്പോ ഇതിന്റെ കോർഡിനേറ്റ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് 30 ഡിഗ്രി ആണ്, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും, ഇവിടെ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഇതനുസരിച്ച് ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് √3 ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സ് കോർഡിനേറ്റ് √3 ആയിട്ട് കിട്ടി. ഇത്രയും ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണ്, 1. കാരണം 1:√3:2 എന്ന് പറയുന്ന റേഷ്യോ അല്ലേ. ഇവിടെ ഈ ഫിഗർ നോക്കിക്കേ, ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആക്സിസ് √3 ആയിട്ട് കിട്ടി. ഇത്രയും ഡിസ്റ്റൻസ് 1 ആയിട്ട് കിട്ടി. ദാറ്റ് ഇസ് വൈ കോർഡിനേറ്റ് 1 ആയിട്ട് കിട്ടി. ദിസ് ഈസ് √3, 1. ദിസ് ഈസ് 1:√3:2. ഇത് 1 ആയതുകൊണ്ടും ദിസ് വിൽ ബി 1. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എക്സ് കോർഡിനേറ്റ് -1 ആയിട്ട് കിട്ടി. ഇത് ഈ സൈഡിലായതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ ഫിഗർ ഏത് രൂപത്തിലാണ് കിടക്കുന്നത്, ദിസ് ഇസ് 90 ഡിഗ്രി 60 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. ഈ ഒരു വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചു. ബാക്കി ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താ, √3. ദാറ്റ് മീൻ അപ്പൊ നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് ആയിരുന്നു കിട്ടി, √3 ആയിട്ട് കിട്ടി. ഓക്കെ, ദാറ്റ് ഇസ് -1√3. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയുടെ സൈഡ് റേഷ്യോസ് 1:√3:2 ആണ്. ഈ ഒരു ലെങ്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇത് √3, ഇത് 1 ആണ്. സോ √3 എക്സ് ആയിട്ടും 1 വൈ കോർഡിനേറ്റ് ആയിട്ടും കിട്ടി. എന്റെ പോയിന്റ് കിട്ടി. ബി എന്ന് പറയുന്നത് ഈ ഒരു ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ ഇത്രയും 1ഉം ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് √3 ആയിരിക്കും. Therefore we have -1√3. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ കോർഡിനേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോബ്ലംസിന്റെ ഭാഗങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യും. സോ താങ്ക് യു.